ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് നമസ്കരിക്കാനുള്ള നമസ്കാരവും അവർ നമസ്കരിക്കുന്ന നമസ്കാരം ഒന്നാണ് എങ്കിൽ, നമുക്ക് ഇഷ നമസ്കരിക്കാനുണ്ട്, അവരും ഇഷ നമസ്കരിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായും അവർ 4 റക്അത്താണ് നമസ്കരിക്കുക, നമ്മളും അവരുടെ കൂടി 4 റക്അത്ത് നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ മറ്റൊന്ന്, നമ്മൾക്ക് നമസ്കരിക്കാനുള്ളത് മഗ്രിബാണ്, അവിടെ നടക്കുന്നത് ഇഷ ആണ്. അപ്പോൾ 3ഉം 4ഉമാണ് നമസ്കാരം ഉണ്ടാകുക എങ്കിൽ ഏത് രൂപത്തിലാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്? നമ്മൾ വേറൊരു ജമാഅത്താകുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു റക്അത്ത് കഴിയുന്നവരെ നമ്മൾ കാത്തിരിക്കുകയാണ് വേണ്ടത്? അല്ല, ഒരു പള്ളിയിൽ ഒരേ സമയം 2 ജമാഅത്ത് നടക്കുവാൻ പാടില്ല. അവർ ഇഷ നമസ്കരിക്കുമ്പോൾ നമ്മൾ മഗ്രിബിൻ്റെ നിയ്യത്തോടുകൂടി അവരോടൊപ്പം തുടരുകയും 3ാമത്തെ റക്അത്തിൽ അവർ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ തശഹുദിൽ ഇരിക്കുകയും പിന്നീട് അവർ 4ാം റക്അത്തിൽ സലാം വീട്ടുമ്പോൾ അവരോടുകൂടെ സലാം വീട്ടുകയുമാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ കാര്യമായി പഠിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ളൊരു അങ്കലാപ്പ് ഇല്ലാതിരിക്കുക. അതല്ല എങ്കിൽ യാത്രയിലൊക്കെ പല രൂപത്തിലുള്ള പ്രയാസങ്ങളുണ്ടാകും, പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും. അപ്പോൾ ഇതൊക്കെ കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നുകൂടെ നമ്മൾ അറിയിക്കുകയാണ്.